നമസ്കാരം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ താടി വടിച്ചിട്ടുള്ള ഒരു ലുക്ക് അല്ലേ, മീശയൊക്കെ പിരിച്ചിട്ട് ലാലേട്ടൻ്റെ വരുന്ന ഒരു ലുക്ക് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയിൽ ലാലേട്ടൻ ഒരു സാധാ പോലീസുകാരൻ്റെ റോളിലാണ് എത്തുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇന്നലെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ലാലേട്ടൻ വർഷങ്ങളോളം വെച്ചുകൊണ്ട് നടന്ന താടി വടിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു പുതിയ ലുക്ക് പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ലാലേട്ടൻ്റെ ഈ ഒരു ലുക്ക് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനും ഒരുപാട് എന്താ പറയുക സന്തോഷിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്ക്. ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഈ ലാലേട്ടൻ്റെ മരവാണങ്ങളായിട്ടുള്ള ചില ഫാൻസുണ്ട്. ഒരു മൊത്തമില്ല കേട്ടോ, കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള ചില ഓളികൾ ഇവന്മാർ വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് അങ്ങോട്ട് കമൻ്റ് ഇട്ട് അങ്ങ് തൂറി മെഴുകുക. നമ്മൾ എന്ത് പറഞ്ഞാലും അത് എതിരായിട്ടേ വരുത്തുള്ളൂ. അപ്പം ഇവന്മാരെ പോലുള്ള നാറികൾക്ക് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അതിന് പറ്റിയ ഒരാളുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണിക്കും. ഇത് എൻ്റെ അഭിപ്രായമൊന്നുമല്ല, ഇയാളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഇതിനോട് യോജിക്കുന്നവർക്ക് യോജിക്കാം, യോജിക്കേണ്ടാത്തവർക്ക് യോജിക്കാതിരിക്കാം. പക്ഷെ ഞാൻ എന്താണെങ്കിലും ഈ പറയുന്നതിനോടൊന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് യോജിക്കുന്നില്ല. പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ട് മെഴുകുന്ന ചില നാറികളുണ്ടല്ലോ, അവർക്കുള്ളൊരു മറുപടിയായിട്ട് മാത്രം ഇത് കണ്ടാൽ മതി. പേഴ്സണലായിട്ട് ലാലേട്ടൻ്റെ ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനിയും ഞാൻ പറയും. ഒരുപാട് നാളുകൾ കാണാൻ കാത്തിരുന്ന ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക, ഒരു വേറിട്ടൊരു മുഖം നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അവന്മാർക്കുള്ള മറുപടി ദൈവം പറയും. അയ്യോ പറ്റിച്ച് 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 വീണ്ടും മോഹൻലാലിനെ ആരാണ്ട് പറഞ്ഞു പറ്റിച്ച്. ഭയങ്കര ഡാൻസാണ്, ഭയങ്കര ഫൈറ്റാണ്, ഭയങ്കര ലുക്കാണ്, ഭയങ്കര പാട്ടാണ്, ഭയങ്കരനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ചുറ്റും നിൽക്കുന്നവരിങ്ങനെ പറയുമ്പോൾ മോഹൻലാൽ അങ്ങ് വിചാരിക്കും, അയ്യോ ആണോ ഇനി ഞാനങ്ങനെ ആണോ എന്നൊക്കെ വിചാരിക്കുന്ന ടൈപ്പ് ആളാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇവന്മാർ ചുമ്മാ ഈ കൂടെ നിൽക്കുന്നവന്മാർ പൊക്കേ പറയത്തുള്ളൂ. ഭയങ്കര ബോഡിയാന്നൊക്കെ പറഞ്ഞു കളഞ്ഞില്ലേ ഈ മറ്റേ ജിം ട്രെയിനറൊക്കെ. ഇപ്പോൾ ഒരു 4 വർഷമായി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 6 മാസം കൊണ്ടൊരു മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ഇല്ല. ഇപ്പം എന്ത് പറഞ്ഞ് പറ്റിച്ചേക്കുന്നറിയോ, താടി പഠിച്ചത് സൂപ്പറാന്ന് ആരാണ്ട് പറഞ്ഞു. താടി പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങ് വിൻറ്റേജായി, അല്ലെ ഭയങ്കര ലുക്കായെന്നൊക്കെ ആരും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പുള്ളി അങ്ങ് ഇപ്പോൾ പുള്ളിയുടെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കാണിക്കുന്നതൊക്കെ കാണണം. ഏതോ പരിപാടിക്ക് പോയി പിള്ളേരുടെ കണ്ട്, അവിടെ കൂടെ ഒരു നടപ്പ്, ഒരു ഇരിപ്പ്, മീശപിരി, അയ്യോ എൻ്റെ അമ്മോ. ഈ ഓൺലൈൻ മീഡിയക്കാരാണ്ട് പൈസ കൊടുത്തിരിക്കുന്ന പരിപാടിയാണ് ഇത്, കൊള്ളാം സൂപ്പറാന്ന് പറയുന്നത്. അല്ലാതെ ആർക്കാ ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു, ഇതെന്നെ കണ്ടോണം. ഇഷ്ടമാൻ എന്നെ പുള്ളി അങ്ങ് നടപ്പ് തുടങ്ങിയേ. അയ്യോ ഇത് പോട്ടെ, ഇതൊക്കെ നമുക്ക് സാധാരണമാണെന്ന് പറയാം. പുള്ളി അങ്ങനെ നടക്കുന്നേ കണ്ടോ ആ മുഖത്ത് മീശ ഇത് കണ്ടേ. എൻ്റെ അമ്മേ, മീശ വെച്ചൊരു ചെയ്ത്ത്. അതെന്തോ ഇവിടെ. അയ്യോ എന്ത് ടിങ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ടിങ് 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 ഞാനും എൻ്റെ ആളും 40 പേരും ആരാണ്ടൊക്കെയാണ്. ഇത് കണ്ടാലത് ആ ബോട്ടോക്സ് വലിയ കുഴപ്പമില്ല, താടി ഉണ്ടെങ്കിൽ വലിയ വിരോധം ഇല്ലാന്ന്. പക്ഷെ ഇത് താടി പോയപ്പോൾ ഒരു വല്ലാത്തൊരു രൂപത്തേക്ക് മാറി. ഇതാരാന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. താടി ഉള്ളതാണ് നല്ലത്, താടി ഇല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാ അത്. ആ മോഹം ഒത്തിരി ശരിയായിട്ടില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയും. ചുറ്റും നിൽക്കുന്ന ഈ ഊളകളുണ്ടല്ലോ, എറാമൂളികൾ, അവന്മാർ മോഹൻലാലിൻ്റെ കാശു നോക്കിയും റെയിം നോക്കിയും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന അവരുടെ തൊഴിലേ ഇതാ പൊക്കിപ്പറച്ചിൽ. ഇവന്മാരൊക്കെ പറയുന്ന കേട്ട് നടന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ടുണ്ടല്ലോ, അലിൻ ജോസ് പെരേര പ്രോ മാക്സ്, അത്രയേ ഉള്ളൂ. അലിൻ ജോസിന് ഇതേ ഭാവം എവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇങ്ങനെയാ ഉള്ളു, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ആളും. അപ്പോൾ ഇത് ഇവൻ്റെ അഭിപ്രായമാണ് കേട്ടോ. പക്ഷെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെഴുകി മറിയുന്ന ചില കമൻറ്റോളികളുണ്ടല്ലോ, അവർക്കൊക്കെ മറുപടി കൊടുക്കാൻ ഇവൻ തന്നെയാണ് ബെറ്റർ. കാരണം ലാലേട്ടൻ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നപ്പോൾ ഞാൻ ആ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലാലേട്ടൻ്റെ ഈ ഒരു ലുക്ക്. കാരണം കുറേ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു രൂപമായിരുന്നു ലാലേട്ടൻ്റെ നമ്മൾ കണ്ടതല്ലേ. നമ്മൾ മറ്റേ ഒടിയൻ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ മീശ പഠിച്ചിട്ട് വന്ന ആ ഒരു സംഭവമല്ലോ, അത് മഹാബോറ് വൃത്തികേട് തന്നെയായിരുന്നു. അത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ലുക്ക്, ഇത് ഒരു മോശമായ രീതിയിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് തോന്നിയിട്ടുമില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാനത് പറഞ്ഞപ്പോൾ അതിനകത്ത് വന്ന് കമൻ്റ് ഇടുന്ന മരവാണങ്ങളെ
നിങ്ങൾക്കുള്ള മറുപടി ദൈവനെ കൊണ്ടേ പറ്റൂ. ഇനി ഇതിനുള്ള മറുപടി നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ താ. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ അത് നിങ്ങളുടെ സൗകര്യം. ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കമൻറ്റിന് മറുപടിയായിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് കാണേണ്ടി വരും. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ.